അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാ സുമ്മ അൽഹംദുലില്ലാ. അള്ളാഹുവിൻ്റെ റഹ്മത്തിൻ്റെ പത്തിൽ വിശുദ്ധമായ നോമ്പനുഷ്ഠിക്കാൻ ഭാഗ്യം നൽകിയ നമ്മൾ എത്ര ഭാഗ്യവാന്മാരാണ് സഹോദരങ്ങളെ. അള്ളാഹു അവൻ്റെ റഹ്മത്ത് നമുക്ക് ധാരാളം നൽകിയിട്ടുണ്ട്. പരിശുദ്ധ ഖുർആനിൽ തന്നെ അള്ളാഹു ഓർമ്മപ്പെടുത്തിയത് വഇൻ തഅദ്ദു നിഅമത്തുല്ലാഹി ലാ തുഹ്സുഹാ, ഞാൻ നിങ്ങൾക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങൾ നിങ്ങൾ എണ്ണിക്കണക്കാക്കുകയാണെങ്കിൽ അതിന് നിങ്ങൾക്ക് സാധ്യമല്ല എന്നാണ് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത്. അത്രത്തോളം അനുഗ്രഹം പടച്ച റബ്ബ് നമുക്ക് തന്നു. ഞാൻ മുമ്പ് ഒരു വീഡിയോയിൽ ഓർമ്മപ്പെടുത്തിയതുപോലെ പലരും റമദാനിൻ്റെ മുമ്പ് വിട പറഞ്ഞപ്പോൾ റഹ്മാനായ റബ്ബ് നമുക്ക് ഈ റമദാനിനെ വരവേൽക്കാനും ഇബാദത്ത് ചെയ്യാനുമുള്ള തൗഫീഖ് നൽകി. അള്ളാഹുവിൻ്റെ വലിയ റഹ്മത്തല്ലേ പ്രിയപ്പെട്ടവരെ. അതിലൊക്കെ ഉപരി അള്ളാഹു ചെയ്തു തന്ന നിഅമത്താണ് അള്ളാഹു നമ്മളെ മുസ്ലിമായി ജീവിപ്പിച്ച് മുസ്ലിമായി അള്ളാഹു തആല നമ്മെ നടത്തിക്കൊണ്ടിരിക്കുന്നു. അള്ളാഹുവിൻ്റെ ഇസ്ലാമിലൂടെയുള്ള ജീവിതം ആസ്വദിച്ച് അങ്ങനെ തന്നെ നമ്മൾ മരണപ്പെടണം. അതാണ് നമ്മൾ ചെയ്യേണ്ടത്, അതാണ് നമുക്ക് കിട്ടേണ്ടത്. അള്ളാഹു നമുക്കതിന് തൗഫീഖ് നൽകുമാറാവട്ടെ. പൂർവികരായ മഹാന്മാർ പോലും പടച്ചോനെ മരിക്കണ സമയത്ത് ഈമാനോടുകൂടെ മരിപ്പിക്കണേ എന്ന് ആഗ്രഹിച്ചവരാണ്, എന്ന് പ്രാർത്ഥിച്ചവരാണ്. പ്രിയപ്പെട്ടവരെ, അത് വല്ലാത്തൊരവസരമാണ്. ആ സമയം നന്നായിട്ടില്ലെങ്കിൽ നമ്മുടെ കാര്യം ആകെ കട്ടപ്പുകയാകും. അള്ളാഹു മരണസമയത്ത് പൂർണ്ണമായ ഈമാൻ നൽകി അള്ളാഹു നമ്മെ എല്ലാവരെയും മരിപ്പിക്കട്ടെ. ആഫിയത്തുള്ള ദീർഘായുസ് നമുക്കൊക്കെ തരട്ടെ. അപ്പോൾ വിശുദ്ധമായ റമദാനു ഷരീഫിൻ്റെ ആദ്യത്തെ പത്തായ റഹ്മത്തിൻ്റെ പത്തിൽ പടച്ചോനോട് നമ്മൾ റഹ്മത്തിനെ ചോദിച്ച് ഇരന്ന് വാങ്ങണം. എങ്ങനെയെങ്കിലും ചോദിച്ചാൽ പോരാ, മനസ്സ് തട്ടി ചോദിക്കണം. അങ്ങനെ ചോദിച്ചാൽ രാജാതിരാജനായ റബ്ബ് നമുക്ക് അവൻ്റെ റഹ്മത്ത് ഉറപ്പായിട്ടും നൽകും. അവൻ്റെ റഹ്മത്തില്ലാതെ നമുക്ക് ഈ ലോകത്ത് ജീവിക്കാൻ പറ്റൂല. അവൻ്റെ റഹ്മത്തില്ലാതെ റാഹത്തോടെ മരിക്കാൻ പറ്റൂല. അവൻ്റെ റഹ്മത്തില്ലാതെ റാഹത്തോടെ നാളെ സജ്ജനങ്ങളെ കൂടെ ഒരുമിച്ച് കൂടാൻ പറ്റൂല. അവൻ്റെ റഹ്മത്തില്ലാതെ മഹ്ശറയിൽ രക്ഷപ്പെടൂല, ഖബറിൽ രക്ഷപ്പെടൂല, നാളെ സ്വർഗ്ഗത്ത് കടക്കാൻ പറ്റൂല. അവൻ്റെ റഹ്മത്ത് നമുക്ക് ആവശ്യമാണ്. അതുകൊണ്ട് പടച്ചോനോട് റഹ്മത്ത് ചോദിക്കുക. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്ക്. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് തന്ന കണ്ണ്, നമുക്ക് തന്ന ചെവി, നമുക്ക് തന്ന ഓരോ അവയവവും അതൊക്കെയും ആരോടും ഒരു 5 പൈസ പോലും മുടക്കാതെ ചോദിക്കാതെ പടച്ച റബ്ബ് അതെല്ലാം ക്രമപരമായി നടത്തിക്കൊണ്ടുപോകുന്നു. നമുക്ക് ചെവി കേൾക്കുന്നതിനൊരു കുഴപ്പമില്ല, നമുക്ക് കണ്ണ് കാണുന്നതിനൊരു കുഴപ്പമില്ല, നടക്കുന്നതിന് കുഴപ്പമില്ല, കൈയിൻ്റെയും കാലിൻ്റെയും വിരലുകൾ വേണ്ടോടത്തേക്ക് ചലിപ്പിക്കുന്നതിലേക്കും ആ ചലനം അവസാനിപ്പിച്ച് അടക്കുന്നതിലേക്കും ഒരു കുഴപ്പമില്ല. എത്രയെത്ര ആളുകളാണ് നമ്മുടെ നാട്ടുകളിലുള്ളത്. ഹോസ്പിറ്റലുകളിൽ എത്ര ആളുകൾ കണ്ണിന് സുഖമില്ലാതെ കഴിയുന്നു, കാലിന് വയ്യാതെ കഴിയുന്നു, അതുപോലെ തന്നെ ഓരോ അവയവങ്ങൾക്കും പ്രയാസപ്പെട്ട് കഴിയുമ്പോൾ അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്കിതിനൊക്കെ ആരോഗ്യം തന്നു. അള്ളാഹ്ക്ക് നമ്മൾ ശുക്ർ ചെയ്യണ്ടേ മുഅ്മിനീങ്ങളെ. എത്ര മാനസിക രോഗികളാണ് സുഖമില്ലാതെ, വാപ്പയുടെയും ഉമ്മയുടെയും മഹത്വമറിയാതെ, വാപ്പയോട് പറയാൻ പറ്റാത്തത് വാപ്പയോട് പറയുന്നു, ഉമ്മയോട് പറയാൻ പറ്റാത്തത് ഉമ്മയോട് പറയുന്നു, തോന്നിവാസങ്ങൾ ചെയ്യുന്നു, വേണ്ടാത്തരങ്ങൾ പ്രവർത്തിക്കുന്നു. അവർക്കും അള്ളാഹു തആല ബുദ്ധി നൽകാത്തത് കൊണ്ടാണ്. എന്നാൽ അള്ളാഹു നമുക്ക് ബുദ്ധി നൽകി എന്തൊക്കെ ചെയ്യാൻ പാടുണ്ട്, എന്തൊക്കെ ചെയ്യാൻ പാടില്ലാത്തത് എല്ലാം വകതിരിവോടുകൂടെ തിരിച്ചറിയാനുള്ള കഴിവ് അള്ളാഹു നമുക്ക് നൽകി. ഇതിനൊക്കെ നമ്മൾ അള്ളാഹ്ക്ക് നന്ദി ചെയ്യണ്ടേ. അതുകൊണ്ടല്ലേ മഹാനായ മുത്തലി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് സുന്നത്ത് നിസ്കരിച്ച് അവിടുത്തെ കാലിൽ നീര് വന്ന് മുട്ടിയപ്പോൾ മഹദിയായ പ്രിയപ്പെട്ട പത്നി ആയിഷ റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, എന്തിനാണ് അങ്ങ് ഇങ്ങനെ പ്രയാസപ്പെടുന്നത്? അങ്ങ് എന്തിനാണ് വിഷമിക്കുന്നത്? അങ്ങ് അള്ളാഹുവിൻ്റെ റഹ്മത്ത്, അള്ളാഹുവിൻ്റെ പ്രവാചകനല്ലയോ? മുഴുവൻ പ്രവാചകന്മാരുടെയും നേതാവല്ലയോ? അങ്ങെന്തിനാണ് ഈ കാലിൽ നീര് വന്ന് മുട്ടുന്നത് വരെ സുന്നത്ത് നിസ്കരിക്കുന്നതെന്ന് മഹാനായ റസൂലുള്ളാഹി
റളിയല്ലാഹുവിനോട് അവിടുത്തെ പ്രിയപ്പെട്ട പത്നി ആയിഷ റളിയല്ലാഹു അൻഹ ചോദിച്ചപ്പോൾ ആയിഷ ബീവിയോട് അള്ളാഹിൻ്റെ റസൂല് പറഞ്ഞ മറുപടി അഫലാ അകൂന അബ്ദൻ ശകൂറാ. ആയിഷ, അല്ലാഹു തആല എനിക്ക് എത്ര അനുഗ്രഹങ്ങളാണ് ചെയ്തു തന്നത്. ആ അനുഗ്രഹങ്ങൾക്ക് മുഴുവനും നന്ദി ചെയ്യുന്ന ഒരു വിഭാഗത്തിൽ നന്ദി ചെയ്യുന്ന ഒരാളായിട്ട് ഞാൻ മാറേണ്ടയോ? അള്ളാഹിൻ്റെ റസൂല് ചോദിച്ചിട്ടുണ്ടെങ്കിൽ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ വീടിനെ പറ്റി നാം പഠിച്ചിട്ടുണ്ട്. അള്ളാഹിൻ്റെ റസൂലിൻ്റെ ഭക്ഷണം കഴിക്കുന്ന പാത്രത്തെ പറ്റി ഞാൻ പഠിച്ചിട്ടുണ്ട്. അള്ളാഹിൻ്റെ റസൂലിൻ്റെ വാഹനത്തെ പറ്റി നാം പഠിച്ചിട്ടുണ്ട്. അള്ളാഹിൻ്റെ റസൂല് കിടക്കുന്ന പായ, ആ ഈത്തപ്പനയുടെ മട്ടൽ കൊണ്ടുണ്ടാക്കിയ പായ, അള്ളാഹിൻ്റെ റസൂൽ ആ കിടപ്പറയിൽ നിന്ന് കിടക്കുന്ന സ്ഥലത്തിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ റസൂലുള്ളാഹിൻ്റെ ശരീരത്തിൽ അതാ വരകൾ വരുകയായിരുന്നു, അതിൻ്റെ പാടുകൾ ഉണ്ടാകുമായിരുന്നു. അത്രത്തോളം വളരെ ലാളിത്യത്തോടുകൂടെ വളരെ പ്രയാസപ്പെട്ട് ജീവിച്ച പ്രവാചകന് പോലും അള്ളാഹു ചെയ്തു തന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദി ചെയ്യണ്ടേ എന്ന് ചോദിച്ചെങ്കിൽ, കൊട്ടാര സമാനമായ വീടുകളിൽ താമസിക്കുന്ന, രാജകീയ പ്രൗഢിയോടെയുള്ള ഭക്ഷണം കഴിക്കുന്ന, വളരെ സന്തോഷത്തോടുകൂടെ ജീവിക്കുന്ന, വിശപ്പെന്തെന്നറിയാത്ത, ദാഹമെന്തെന്നറിയാത്ത രീതിയിൽ വളരെ സ്വാദിഷ്ടമായ ഭക്ഷണം കഴിക്കുന്ന, പാനീയം കുടിക്കുന്ന, വളരെ സുഖാലുപതായി ജീവിക്കുന്ന മുഅ്മിനെ, നാമൊക്കെ എത്രത്തോളം പടച്ച റബ്ബിന് നന്ദി ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ട് റബ്ബിനിക്ക് നന്ദി ചെയ്യുക. നിങ്ങൾ എനിക്ക് നന്ദി ചെയ്താൽ ഞാൻ അസീദന്നക്കും, നിങ്ങൾക്ക് ഞാൻ ഈ അനുഗ്രഹങ്ങൾ കൂട്ടി കൂട്ടി വാരിക്കോരിത്തരും. അതേ സ്ഥാനത്ത് ലഇൻ കഫർത്തും, നിങ്ങൾ എനിക്ക് നന്ദി കേട് കാണിച്ചാൽ, ഞാൻ ചെയ്തു തന്ന അനുഗ്രഹത്തെ പറ്റി ചിന്തിക്കാതെ നിങ്ങൾ നന്ദി കേട് കാണിച്ചാൽ, അല്ലാഹ് പറയുന്നത് ഇന്ന അദാബീ ലശദീദ്, എൻ്റെ ശക്തി അതികഠോരമാണ്, സഹിക്കാൻ നിങ്ങൾക്ക് കഴിയൂല. അതുകൊണ്ട് മുഅ്മിനെ, ദുനിയാവിലും ആഖിറത്തിലും കൂടുതൽ ആഗ്രഹിക്കുന്നുവോ, ഒരുപാട് ദറജ ആഗ്രഹിക്കുന്നുവോ, ഒരുപാട് സ്ഥാനങ്ങൾ ആഗ്രഹിക്കുന്നുവോ, ഒരുപാട് മഹത്വങ്ങൾ ഉദ്ദേശിക്കുന്നുവോ, റബ്ബ് ചെയ്തു തന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദി ചെയ്ത് പരിശുദ്ധമായ റമളാനിലടക്കം എല്ലാ സമയങ്ങളിലും ഇബാദത്ത് കൊണ്ട് ധന്യമാക്കിക്കോ. പടച്ച റബ്ബ് നമുക്ക് തൗഫീഖ് നൽകട്ടെ. അർഹമുർ റഹീമായ റബ്ബേ, നീ ചെയ്തു തന്ന അനുഗ്രഹങ്ങൾക്കൊന്നും നന്ദി ചെയ്യാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടില്ല. ഞങ്ങൾ ഈ ചെയ്യുന്ന ചെറിയത് വലിയതാക്കി മാറ്റി വലിയ പ്രതിഫലം നൽകി ഞങ്ങൾക്ക് നീ നിന്റെ ഓശാരമായി ദുനിയാവും ആഖിറത്തിലും സന്തോഷം നൽകണം അല്ലാ. ഞങ്ങളെ മാതാപിതാക്കളിൽ പലരും ആറടി മണ്ണിലാണല്ലാ. ജീവിച്ചിരിപ്പുള്ളവർക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നീ നൽകി, മരണപ്പെട്ടു പോയവർക്ക് റബ്ബേ ഖബറിൽ സന്തോഷം നൽകണേ അല്ലാ. ഞങ്ങൾ പറയുന്ന ഓരോ അക്ഷരത്തിൻ്റെയും സവാബിൻ്റെ മിഥലുകൾ, അതിൻ്റെ സവാബിൻ്റെ മിഥല് കൺകുളിർക്ക കണ്ട് ആസ്വദിച്ചനുഭവിച്ച് അല്ലാഹുവേ അവരെയും ഞങ്ങളെയും നീ ദുനിയാവിലും ആഖിറത്തിലും രക്ഷപ്പെടുത്തണേ റഹ്മാനേ. അല്ലാഹുവേ അവരെയും ഞങ്ങളെയും നീ രക്ഷപ്പെടുത്തണേ റഹ്മാനേ. ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ദുആ ചെയ്യണമെന്ന വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.